ഹായ് ഹായ് ഫ്രണ്ട്സ്, ഈ കാണുന്ന പാലമാണ് കാങ്കപ്പുഴ പാലം. കാങ്കപ്പുഴ പാലം ഇത് ഒരു കുമ്മിടിയിൽ നിന്നും കുറ്റിപ്പുറം ഭാഗത്തേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാൻ നമുക്കൊരുപാട് പ്രയോജനപ്രദമായ ഒരു പാലമാണ്. ഇത് പാലക്കാട് ജില്ലയിലെ കുമ്പിടി എന്ന സ്ഥലത്ത് നിന്ന് മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറത്തേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാൻ നമുക്ക് വളരെ പ്രയോജനപ്രദമാണ്. ഇത് രണ്ട് ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണ്. ഈ പാലത്തിൻ്റെ രണ്ട് ഭാഗത്തായി രണ്ട് ജലസംഭരണികൾ കൂടിയുണ്ട്. ഒന്ന് വെള്ളിയാങ്കല്ല് പാലം, രണ്ട് ചമ്രവട്ടം റെഗുലേറ്റർ കം ബ്രിഡ്ജ്. ഈ രണ്ട് ജില്ലകളിലെ സംഭരിക്കുന്ന ജലസ്രോതസ് അതത് ജില്ലക്കാർക്ക് മാത്രമാണ് ഉപയോഗപ്പെടുന്നത്. എന്നാൽ ഈ കാങ്കപ്പുഴ പാലത്തിൽ സംഭരിക്കുന്ന ജലസ്രോതസ് രണ്ട് ജില്ലക്കാർക്കും ഒരുപോലെ പ്രയോജനമാണ്. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിപ്പോൾ ഒരു പാലത്തിൻ്റെ അടിയിലാണ് നിൽക്കുന്നത്. ഇത് കാങ്കപ്പുഴ പാലം, നമ്മളെ കുമ്പിടി കഴിഞ്ഞിട്ടുള്ള കുമ്പിടി ടച്ച് ചെയ്ത് വരുന്ന പാലമാണിത്. ഈ പാലത്തിൻ്റെ പണി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പണി ഏകദേശം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ വളാഞ്ചേരിക്കൊക്കെ പോകാൻ ഇനിയിപ്പോൾ കുമ്പിടി നിന്ന് ഡയറക്റ്റായിട്ട് പോവാം. അപ്പോൾ ഇവിടെയാണ് ഇപ്പോൾ ഞാനിപ്പോൾ നിന്നുകൊണ്ടിരിക്കുന്നത്. പുഴയാണ്, കുമ്പിടി പുഴയാണിത്. കൃഷി ആവശ്യങ്ങൾക്കും കുടിവെള്ള ആവശ്യങ്ങൾക്കും വേണ്ടിയാണ് കാങ്കപ്പുഴ റെഗുലേറ്റർ കം ബ്രിഡ്ജ് ഇവിടെ നടപ്പിലാക്കാൻ പോകുന്നത്. 2017-2018 സംസ്ഥാന ബഡ്ജറ്റിലെ അന്നത്തെ MLA ആയിരുന്ന അഡ്വക്കേറ്റ് VT ബൽറാമിൻ്റെയും അതുപോലെ തന്നെ പ്രൊഫസർ MLA ആബിദ് ഹുസൈൻ എന്നിവരുടെ നിരന്തര ശ്രമമായി സമ്മർദ്ദഫലമായി 75 കോടി രൂപ അന്നത്തെ സർക്കാർ അനുവദിച്ചു. UDF സർക്കാർ അനുവദിച്ചു. അങ്ങനെ മണ്ണ് പരിശോധനയും സ്ഥലപരിശോധനയും ആരംഭിച്ചു. പക്ഷേ ആഴത്തിലുള്ള പാറ ഒരു പ്രശ്നമായി മാറി. പിന്നീട് 2021 ഓഗസ്റ്റ് 4 സ്പീക്കർ ചേംബറിൽ നിലവിലെ MLA MP രാജേഷ് അവറുകളും ധനമന്ത്രി KN ബാലഗോപാൽ അവറുകളും അതുപോലെ തന്നെ പ്രൊഫസർ MLA ആബിദ് ഹുസൈൻ അവറുകളും യോഗം ചേർന്നു. ഈ പദ്ധതി സംബന്ധിച്ച് യോഗം ചേർന്നു. MP രാജേഷ് അവറുകളും ആബിദ് ഹുസൈൻ MLA ആബിദ് ഹുസൈൻ അവറുകളും ഈ പദ്ധതിയെക്കുറിച്ച് ഈ പദ്ധതിയുടെ ആവശ്യത്തെക്കുറിച്ച് ധനമന്ത്രിയെ ബോധ്യപ്പെടുത്തി. ഈ ഭാരതപ്പുഴയിൽ ഇപ്പോൾ എത്ര പാലങ്ങളാണില്ലേ? ഒന്ന് ഷൊർണൂർ പാലം, പിന്നെ പട്ടാമ്പി പാലം, പിന്നെ കഴിഞ്ഞ വെള്ളിയങ്കല്ല് പാലം, അത് കഴിഞ്ഞപ്പോൾ കാങ്കപ്പുഴ പാലം, ഇനി ഇതായിരുന്നു കുറ്റിപ്പുറം പാലം, പഴയ പാലം, പുതിയ പാലം. എത്ര പാലങ്ങളാണ് ഈ ഭാരതപ്പുഴയുടെ കുറുകെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. നാട് പുരോഗമനമുണ്ട്, നല്ല പുരോഗമനം, വികസനം വരുന്നുണ്ട് അതൊന്നും പറയാൻ പറ്റില്ല. നല്ല വികസനം വരുന്നുണ്ട്. കാരണം ഇതൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നല്ല സൗകര്യമാണ്. കാരണം നമുക്ക് കുമ്പടിയിൽ നിന്ന് വളാഞ്ചേരിക്ക് പോകാൻ പെട്ടെന്ന് എത്തും ഈ പാലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ പണി കഴിയുമെന്നാണ് ഇപ്പോൾ പറഞ്ഞത്. ഈ പദ്ധതി കിഫ്ബിയുടെ അംഗീകാരത്തിനായി സമർപ്പിച്ചു. അങ്ങനെ കിഫ്ബിയുടെ അംഗീകാരവും ലഭിച്ചു. കിഫ്ബിയുടെ പദ്ധതിയിലൂടെ നിർമ്മിക്കാൻ പോകുന്ന ഈ കാങ്കപ്പുഴ കം റെഗുലേറ്റർ ബ്രിഡ്ജ് 102 കോടി രൂപയാണ് നിർമ്മാണ ചിലവായി കണക്കാക്കുന്നത്. ഏകദേശം പണിയെല്ലാം ഇപ്പോൾ കഴിഞ്ഞു വരികയാണ്.
എവിടെ നിങ്ങളെ വീടവിടെ? വീടവിടെ? നിരപ്പില്ല? എവിടെ അടുത്ത് തന്നെ? ഇവിടെ അടുത്ത് തന്നെ? എൻ്റെ പേരെന്താ? റയാൻ. എൻ്റെ ഇർഫാനല്ലേ? ഈ പാലത്തിൻ്റെ മനോഹാരിതയും അസ്തമിക്കാൻ പോകുന്ന സൂര്യനെയും മണൽത്തരികളെയും സാക്ഷിയാക്കി ഞാൻ കുറച്ച് നടന്നു നോക്കി മണൽത്തരികളിലൂടെ. ഈ പുഴയുടെ അപ്പുറത്ത് ഒരു മസ്ജിദ് കാണാനുണ്ട്. അസ്തമിക്കാൻ പോകുന്ന സൂര്യൻ ഒരുപാട് ഭംഗിയാൽ പ്രകാശിക്കുന്നത് കണ്ടു. ദൂരെ നിന്ന് നോക്കുമ്പോൾ കാങ്കപ്പുഴ പാലം വളരെ മനോഹരമായി അനുഭവപ്പെട്ടു. ഒരുപാട് സഞ്ചാരികൾ ഇത് കാണാൻ വേണ്ടി വൈകുന്നേരം ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. പുൽക്കാടുകളും നീരുറവയുള്ള ഭാരതപ്പുഴയും അവിടുത്തെ കാറ്റും ആ പ്രകൃതിയും ഞാൻ മതിവരുവോളം ആസ്വദിച്ചു. മീൻ പിടിക്കാൻ വട്ടമിട്ട് പറക്കുന്ന കൊറ്റിയും വട്ടമിട്ട് പറക്കുന്ന കൊറ്റിയെ ഞാൻ എൻ്റെ ക്യാമറയിലൂടെ പകർത്താൻ ശ്രമിച്ചു. ഈ പാലത്തിൻ്റെ മനോഹാരിത എന്നെ വളരെയധികം ആകർഷിച്ചു. സഞ്ചാരികൾ ഒന്നിനു പിറകെ ഒന്നായി മെല്ലെ ഈ സായാഹ്നത്തിൽ അവിടെ എത്തിച്ചേരുന്നുണ്ട്. ഫോട്ടോയെടുപ്പും പുഴയുടെ ഭംഗി ആസ്വദിച്ച് അവരും പുഴയിലിറങ്ങിയും അവരുടെ ഒഴിവ് സമയം ചിലവഴിക്കുന്നുണ്ട്. ഈ വേനൽക്കാലത്തും ഭാരതപ്പുഴയിൽ നീരുറവയുണ്ട്. സൂര്യൻ അസ്തമിക്കാൻ പോവുകയാണ്. എത്രയെത്ര കണ്ടാലും മതിവരാത്തൊരു കാഴ്ചയാണ് സൂര്യാസ്തമയവും ഉദയവും. ഇനി നമുക്ക് വിട പറയാനുള്ള സമയമാണ്. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.